പ്രിയമുള്ളവരെ, മരട് മുത്തേടം വിശുദ്ധ മേരി മാഗ്ദലിൻ ദൈവാലയത്തിലെ 193 മധ്യസ്ഥ തിരുനാളിനോടനുബന്ധിച്ച് കൊച്ചിൻ കൊളാഷ് അവതരിപ്പിക്കുന്ന ഈ നാടകത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. കൊച്ചിൻ കൊളാഷിനെ കുറിച്ച് 1991 അപ്പന് സന്തോഷമായി മകളെ എന്ന നാടകത്തിലൂടെ കൊച്ചിൻ കൊളാഷ് രംഗപ്രവേശനം ചെയ്തു. KCYM-ലൂടെയാണ് നാടകം ആരംഭിച്ചത്. നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മേരി മഗ്ദലേനയോടും ദൈവദാസൻ ജോർജ് വാകയിലച്ചനോടുമുള്ള പ്രാർത്ഥനകൾ കൊണ്ടും സർവേശ്വരന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നിരവധി സ്റ്റേജുകളിൽ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. കൊച്ചിൻ കൊളാഷ് അവതരിപ്പിച്ച മറ്റു നാടകങ്ങൾ: അപ്പന് സന്തോഷമായി മകളെ, അന്തോണിയുടെ മരണം, കൊച്ചി നഗരമേ ടാറ്റ, ചേരി, RIP, ആത്മാക്കൾ കഥ പറയുന്നു, രണ്ടും നല്ല മക്കൾ, ഓശാരം ചതിച്ചു, രാംലാൽ എന്തിനാത്മഹത്യ ചെയ്തു, 10 സെന്റും പ്രശ്നങ്ങളും, 7 മണവാളന്മാർ, ഓർമ്മകൾ പുതുക്കുന്നു തുടങ്ങിയ നാടകങ്ങൾ ജനഹൃദയങ്ങളിൽ ഒട്ടേറെ ശ്രദ്ധ നേടി. ഇവിടുത്തെ നല്ലവരായ ജനങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടും ശ്രീ ടോം അറക്കലിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ കൊളാഷിലൂടെ ഒട്ടനവധി കലാകാരന്മാരെ ഈ നാടിനു സമ്മാനിച്ചു. വയോജന നൃത്തം എന്ന കലാസൃഷ്ടി ഇന്നും ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. കൂടാതെ കൊച്ചിൻ കൊളാഷ് എന്ന YouTube ചാനലിലൂടെ ആ ജൈത്രയാത്ര ഇന്നും തുടരുന്നു. ഈ നാടകത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇത് ഒരു സമ്പൂർണ്ണ ഹാസ്യ നാടകമല്ല. ഒരുപക്ഷെ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായേക്കാം. നമുക്ക് ചുറ്റുപാടും കാണുന്ന ചെറിയ ചെറിയ നർമ്മങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു എളിയ കർത്തവ്യമാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ അറിയുന്ന ഈ നാട്ടിലെ എളിയ കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ഈ കലാവിരുന്നിൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടായാൽ സൗനയം പുറത്തും കുറച്ച് നന്മകൾ കണ്ടെത്താൻ സാധിച്ചാൽ സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിച്ചും നമുക്കൊരുമിക്കാം. ഇതിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവുമില്ല, തികച്ചും സാങ്കല്പികം മാത്രം. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏവർക്കും നേർന്നുകൊണ്ട് കൊച്ചിൻ കൊളാഷ് നിങ്ങളുടെ മുൻപിൽ സൗനയം കാഴ്ചവെക്കുന്നു. കൊച്ചി റാണി. രചന, സംവിധാനം ടോം അറക്കൽ ആൻഡ് സുജിത് ഇലഞ്ഞിമിറ്റൽ. കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി. മെല്ലെ മെല്ലെ മുല്ലേ തരുമുന്നാഴിത്തേ, എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി.
ഹായ് രേണു. ഹായ് വേണുവേട്ടാ. എന്താ ഇത്, ഗിഫ്റ്റ് ആണോ? വേസ്റ്റ് ആണ് വേണുവേട്ടാ. ഛേ, വേസ്റ്റോ? ഇന്നത്തെ ദിവസം മുഴുവൻ വേസ്റ്റായി. ദേ അതങ്ങ് അടിച്ചു മാറ്റി, അങ്ങോട്ട് മാറ്റിയടിക്ക്. ഇത് ഇങ്ങോട്ടൊക്കെ മാറ്റിയടിക്ക്. എന്റെ വേണുവേട്ടാ, ഞാൻ ചെയ്തോളാം. എടി, കൗൺസിലർ എന്നോട് എന്താ പറഞ്ഞേക്കണെന്ന് നിനക്കറിയാമോ? നിന്നെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കണമെന്ന്. അതുകൊണ്ടേ നീ നന്നായിട്ട് പണിയെടുത്ത് കൈ തെളിഞ്ഞിട്ട് വേണം ദേ ഈ വേണുവെട്ടന്റെ മരുന്നടിക്കണ സാധനവും കൂടി വെച്ച് അടിക്കാൻ. മനസ്സിലായാ? ആ, മനസ്സിലായി. ദേ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നീ വെറും അപ്പൻഡീസ് ആണെന്നുള്ള കാര്യമേ നീ അങ്ങോട്ട് മറന്നു പോകണം. ആർക്ക് അപ്പൻഡീസ്? എടി, നീ വെറും താൽക്കാലിക ജീവനക്കാരി മാത്രമാണെന്ന്. ആ, അത് അപ്പൻഡീസ് അല്ല, അപ്രന്റീസ്. അങ്ങനെയും പറയാം. എന്നെ സ്ഥിരപ്പെടുത്തോ വേണുവേട്ടാ? ഛേ, നീ എന്ത് വർത്താനോണ് ഈ പറയണത്? എന്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഞാൻ ശ്രമിച്ചാൽ ഇത് നടക്കാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ നീയും കൂടി ഒന്ന് മനസ്സ് വെക്കണം. മനസ്സിലായാ? ഛേ, കൊതുകിനെ തളിക്കുന്ന മരുന്നാണ് വേണുവേട്ടാ എന്റെ മുഖത്തടിക്കുന്നത്. രേണു, നിന്റെ ഈ വെളുവെളുത്ത ശരീരത്തിൽ കൊതുകുകൾ കുത്തി വൃത്തികേടാക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ലടി, സാധിക്കില്ല. ഡോണ്ട് ഫീൽ വേണുവേട്ടാ, ഡോണ്ട് ഫീൽ. ഓക്കേ, ലീവ് ഇറ്റ്. രേണു, കുറച്ച് നാളുകളായി എൻ്റെ മനസ്സിൽ നിന്നോട് പറയാൻ ഒരു കാര്യം കൊണ്ട് നടക്കുന്നു. ഞാനും. എന്താ രേണു? എങ്കിൽ പറയൂ. വേണുവേട്ടൻ പറ. നീ പറഞ്ഞാ മതി. വേണുവേട്ടൻ പറ. നീ പറഞ്ഞാ മതി. എന്നെ ടെൻഷൻ അടിപ്പിക്കാത്ത പറ വേണുവേട്ടാ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, അപ്പൊ നീ തന്നെ പറയണം. എന്നാ ഞാൻ പറയട്ടെ. പറയണ്ട രേണു. എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നെല്ലാരും, ചുമ്മാ പറയുന്നെല്ലാരും. എന്റെ കടക്കണ്ണിന്റെ കറുപ്പ് കണ്ട് കരുതുന്നെല്ലാരും, പൊന്നെ കരുതുന്നെല്ലാരും. എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നെല്ലാരും, ചുമ്മാ പറയുന്നെല്ലാരും. എന്റെ കടക്കണ്ണിന്റെ കറുപ്പ് കണ്ട് കരുതുന്നെല്ലാരും, പൊന്നെ കരുതുന്നെല്ലാരും. എനിക്കും നിന്നോടൊരടുപ്പമുണ്ടെന്ന് പറയുന്നെല്ലാരും, അയ്യോ പറയുന്നെല്ലാരും. എന്റെ മണിപ്പഴ്സിന്റെ ചടവു കണ്ട് കരുതുന്നെല്ലാരും, അങ്ങനെ കരുതുന്നെല്ലാരും. എനിക്കും നിന്നോടൊരടുപ്പമുണ്ടെന്ന് പറയുന്നെല്ലാരും, അയ്യോ പറയുന്നെല്ലാരും. എന്റെ മണിപ്പഴ്സിന്റെ ചടവു കണ്ട് കരുതുന്നെല്ലാരും, അങ്ങനെ കരുതുന്നെല്ലാരും. എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നെല്ലാരും, ചുമ്മാ പറയുന്നെല്ലാരും. എന്റെ കടക്കണ്ണിന്റെ കറുപ്പ് കണ്ട് കരുതുന്നെല്ലാരും, പൊന്നെ കരുതുന്നെല്ലാരും. പൊടിക്കള്ളി. പൊടക്കള്ള. നീ പൊടിക്കള്ളി. പൊടക്കള്ള. കള്ളി 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 കള്ള കള്ള കള്ള. കള്ളി. ഡാ, എന്താണ് ഈ കള്ളി കള്ളി എന്ന് പറഞ്ഞ് കളിക്കണത്? എടാ, നിന്റെ വീട്ടിൽ നിന്ന് ഇവള് വല്ലതും കട്ടാ, അല്ലെങ്കിൽ ഇവക്കടെ വീട്ടിൽ നിന്ന് നീ വല്ലതും കട്ടാ? ഛേ, വ്യാസം കെട്ട് കളി. എന്റെ റപ്പായി ചേട്ടാ, ആ കൊച്ചിന്റെ കണ്ണിൽ ഒരു കരട് പോയി. അതിന്റെ കാര്യം പറഞ്ഞിട്ട് നിക്കണായിരുന്നേ. എന്നാ എന്നോട് പറഞ്ഞാ പോരെ? എന്ത്? അത് ഞാൻ കൂടി കൊടുക്കുമല്ല. എന്റെ പൊന്നു കരടേ. അങ്ങോട്ടൊന്നും പോണ്ട, അങ്ങോട്ടും പോണ്ട. കരടൊക്കെ ഇന്നലെ തന്നെ പോയായിരുന്നു. അത് ശരി, അതും പോയാ? അത് പോയി. ഇയാളെ ഒന്നാമത്തെ ഈ നഗരസഭയിൽ കപ്പിൾസുകളെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ടൈമാണ്. ഒരു വാളിൽ അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുണ്ടാവും 2 കപ്പിൾസ്. മാത്രമല്ല, ഈ നഗരസഭയുടെ മുക്കിലും മൂലക്കൊക്കെ കപ്പിൾസിന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ഇതൊക്കെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഹോ, പിന്നെ ഇവിടെ മൊത്തം ഉടായിപ്പാണ്. എടാ, നിങ്ങൾ ഈ കാണയിൽ മരുന്നടിക്കാറുണ്ടാ? പിന്നെ അടിക്കാറില്ലേ? കാണ കോരാറുണ്ടാ? കോരാറില്ലേ? രാത്രി ആകുമ്പോഴാണെങ്കിൽ ആ കൊതുകിന്റെ ഒരു വിളയാട്ടം. ഞാനിപ്പോ ഇങ്ങോട്ട് കയറി വന്നപ്പോ നിങ്ങളുടെ അഴിഞ്ഞാട്ടം. ഇത് ഇവിടെ നടക്കൂല. ഞാനെല്ലാം കണ്ട്. താൻ എന്ത് കണ്ടെന്നാ ഈ പറയണത്? ഞാൻ കണ്ടടയെല്ലാം. താൻ കണ്ട് എന്ത് കോപ്പ്? എടാ, അങ്ങ് മാറി. താനേ വെള്ളമടിച്ച് വന്നിട്ടേ ഒരുമാതിരി മനുഷ്യരെ വരെ മെക്കിട്ട് കയറി. എന്താ സംഭവം? എന്താ സംഭവം? എന്റെ കൗൺസിലറെ, ഈ റപ്പായി ചേട്ടൻ കള്ളും കുടിച്ച് വന്നിട്ട് വെറുതെ കാണാകുണ പറഞ്ഞിട്ടിരിക്കണേ. എന്റെ റപ്പായിച്ചേട്ട ഇവര് പണിയെടുക്കട്ടെ. ഒന്നാമത്തെ ചീത്തപ്പേരാണ്. അതിനിടയ്ക്ക് ഇവിടെ ഒന്ന് കള്ളും കുടിച്ച് വെള്ളം ഉണ്ടാക്കണം. എന്റെ പെൻഷന്റെ കാര്യം എന്തായി? അതിന്റെ ഹലോ, മേയറുണ്ട് അവിടെ? എപ്പോഴും ഉള്ളതാണ്. അല്ല, ഫോൺ വിളി എപ്പോഴും ഉള്ളതാണ്. മനസ്സിലായില്ലേ? എനിക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ട് ഇന്നത്തെ 5 കൊല്ലമായി. ആയാ, 1 മാസത്തെ പെൻഷൻ കിട്ടിയിട്ട് ചാകണമെന്നുണ്ട്. ഉറപ്പായിട്ട് ഞാൻ ശരിയാക്കിയിരിക്കും. കിട്ടുമല്ലേ? ഉറപ്പായിട്ട്. ഞാൻ ആ പേപ്പർ നീക്കിയിട്ടുണ്ട്. വരടത്തിൽ കയറിയപ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇവിടെ ഭയങ്കര വാഗ്ദാനങ്ങൾ. തേനും പാലും ഒഴുക്കും,
മറ്റേ നഗരസഭ ക്ലീൻ ചെയ്യും, കൊതുകുകളൊക്കെ നാട് കടത്തും. ഇപ്പൊ ഭരണം കയ്യിൽ നിന്ന് പോകാറായപ്പോ സമാധാനം ആയില്ല. അതൊക്കെ പറയണിപ്പ. പിന്നെ പറയണ്ടേ? അയ്യേ, ഞങ്ങളെല്ലാം ചെയ്യണ്ടല്ലോ. എന്താ കുഴപ്പമിപ്പ? കുഴപ്പമുള്ള എന്താണെന്ന് കാര്യം പറയുന്നത്? നിങ്ങൾ ഇവിടുത്തെ വലിയ കൗൺസിലർ ആണല്ല. അതെ, സമ്മതിച്ച്. ഞാൻ ഒരൊറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ? ആ, ചോദിക്ക്. ഈ 17-ാം വാർഡിൽ മഴ പെയ്തപ്പോൾ ആ. എന്തുകൊണ്ട് 18-ാം വാർഡിൽ മഴ പെയ്തില്ല? എങ്ങനെ? 17-ാം വാർഡിൽ മഴ പെയ്തപ്പോ ഈടോ അതൊക്കെ പ്രകൃതിയോട് പോയി ചോദിക്കും. ഞാൻ എന്ത് ചെയ്യണ? അതൊക്കെ നിങ്ങളുടെ പിടിപ്പുകേട്, അത് സ്വാഭാവികം. അതവിടെ കിടക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ 13-ാം വാർഡിൽ പോയി നോക്കിക്കേ. അവിടെ എന്താ കുഴപ്പം? അവിടെ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് മഴ പെയ്തോണ്ടിരിക്കണത്. അത് അവിടുത്തെ കൗൺസിലറുടെ മിടുക്ക്. എന്താണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഇടോ അതൊക്കെ പ്രകൃതി ചെയ്യേണ്ട കാര്യങ്ങൾ. ഞാൻ എന്ത് ചെയ്യാണ്? അത് സ്വാഭാവികം. അത് താനെടുത്ത എന്ത്? അല്ല, എന്റെ സ്വാഭാവികം അത് ഞാൻ പറയേണ്ട ഡയലോഗില്ലേ? ഇവനൊക്കെ എവിടുന്ന് കിട്ടി എന്റെ കൗൺസിലറെ? ഷോ ഏടോ കൗൺസിലറെ, കഴിഞ്ഞ പ്രാവശ്യം താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്ക് വയ്യ, ഞാനിനി മേലെ ഇവിടെ നിൽക്കണില്ല, മടുത്ത്. ഹോ, ആ സമയമാകുമ്പോൾ ഒരു കുപ്പായം തയ്പ്പിച്ച് ഓടി ഇങ്ങോട്ട് വരും, കൊതി മാറാത്ത കൊച്ചു കള്ളൻ. ഷോ, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എന്റെ പൊന്നിറപ്പായി ചേട്ടാ, അവിടെ മഴ പെയ്തതിന് കൗൺസിലർ എന്ത് ചെയ്യാനാ പാവം? ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചത്. മോള് ഇവനെ കൂടി അപ്രന്റീസ് ആയിട്ട് പോകാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 6 മാസം. 6 മാസം. എന്റെ കൗൺസിലറെ, ഞാൻ എത്ര കാലമായിട്ട് പറയുന്നു എന്ത്? ഇവളെ ഒന്ന് പ്രഗ്നന്റ് ആക്കാൻ. എന്ത് വൃത്തിയാണോ ഈ പറഞ്ഞത്? അല്ല പിന്നെ ഈടോ പ്രഗ്നന്റ് അല്ല, അയ്യേ പെർമനന്റ്. എടാ, ഇവനെ കൊണ്ട് അത് നടക്കാൻ പോണില്ല. പക്ഷേ നീ വിചാരിച്ചാൽ നടക്കും. നിന്നെ കൊണ്ട് അതിനൊക്കെ സാധിക്കുള്ളൂ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് റപ്പായി ചേട്ടാ. മതി, അത് സ്വാഭാവികം. കൗൺസിലറെ, ഈ കുട്ടീനെ കുറിച്ച് തനിക്ക് വല്ലതും അറിയാമോ? പിന്നെ എനിക്കറിയാൻ പാടില്ലേ? വളരെ പാവപ്പെട്ട വീട്ടിലൊരു കൊച്ചാണ്. അറിയാലോ. എടാ, എന്റെ കൂട്ടുകാരൻ വലിവ് നാരായണന്റെ ഒരേ ഒരു മകളാണ്. എന്താണ് ചിരിക്കണത്? ചിരിക്കണ്ട, എന്റെ അപ്പനിപ്പോ വലിവൊന്നുമില്ല. ഉണ്ടായിരുന്നല്ല, ഉണ്ടായ സമയത്ത് വീണ പേരാണ് വലിവ് നാരായണൻ. എന്റെ പൊന്നുമോളെ, വിഷമിക്കണ്ട. എല്ലാവർക്കും ഓരോ ഇരട്ടപ്പേരുണ്ടാവും, മനസ്സിലാണ്ടല്ല. ഇപ്പൊ എന്റെ ഇരട്ടപ്പേര് എനിക്ക് പറയാൻ ഒരു അമ്മലും ഇല്ല. ഞാൻ പറയട്ടെ, എന്റെ ഇരട്ടപ്പേര് താമര. താമരേ? അതെന്താ? നിനക്ക് മനസ്സിലായില്ലേ? ഈ താമര എവിടെ കിടക്കണത്? വെള്ളത്തില്. അതുകൊണ്ട് താമര എന്ത് വിളിക്കണത്? ഇപ്പൊ മനസ്സിലായില്ല? താമരയല്ല, ചെന്താമരയാണ്. അത് ശരിയാണ്. താനധികം ചിരിക്കാൻ നിൽക്കണ്ട. എന്താണ്? താൻ എനിക്ക് കള്ളും മേടിച്ചു തന്ന ഒരൊറ്റ ബലത്തിന്റെ പുറത്താണ് താനിപ്പോ ജയിച്ച് കൗൺസിലായിട്ട് ഇവിടെ ഇരിക്കണത്. പിന്നെ അതൊക്കെ പറയണം. അത് ഞാൻ പറയും. ആ ഒറ്റ ബലത്തിന്റെ പുറത്താണ് ഇരിക്കണെന്ന് ഞാൻ പറയുന്നു. ആൾക്കാർ കേൾക്കുന്നു. കേക്കട്ടെ. ഒരു കാര്യം താൻ മനസ്സിലായിക്കോ. നമ്മളെ 93 വയസ്സുള്ള പൈലിച്ചേട്ടൻ അറിയുക? നമ്മുടെ സ്വതന്ത്രൻ ജയിച്ച പൈലിച്ചേട്ടൻ. പിന്നെ ആ ഒരു ഒറ്റ വോട്ടിന്റെ ബലത്തിലാണ് ഞങ്ങൾ ഭരണത്തിലിരിക്കണം, അറിയാമോ? അപ്പൊ സൂക്ഷിച്ചോ. പുള്ളിയാണെങ്കിൽ കയ്യാലെ പുറത്ത് വീണ തേങ്ങനെ പോലത്തെ ആളാണ്. എപ്പ അങ്ങോട്ട് മാറാം, ചിലപ്പോ ഇങ്ങോട്ട് മാറാം, ചിലപ്പോ എപ്പ മേലോട്ട് എടുക്കാതൊന്നും പറയാൻ പറ്റില്ല. എന്റെ കർത്താവേ, എന്റെ റപ്പായി ചേട്ടാ, കരിനാക്കെടുത്ത് വളക്കല്ലേ ഇപ്പൊ. നോക്കിയിരുന്നോ, ഒരു ബൈ ഇലക്ഷന്റെ ചാൻസ് മണക്കുന്നുണ്ട്. കുപ്പി ഇനി ഇവിടെ കുറെ ഒഴുക്കേണ്ടി വരും. എന്റെ ദൈവമേ, ഈ കുപ്പിയൊക്കെ ഞാൻ തന്നെ വീണ്ടും അടിച്ചു കേട്ടിട്ടാണെന്ന് വിചാരിക്കുമ്പോഴാണ്. ഇപ്പൊ ഞാൻ അധികപ്പറ്റായി. അത് സ്വാഭാവിക. പോട്ടേത് എടി കള്ളി, ഞാൻ പൊക്കോട്ടടി എന്നാ പോട്ടറ കള്ള. എന്റെ പെൻഷന്റെ കാര്യമായിട്ട് അത് ഓക്കേക്കില്ലെങ്കിൽ കൗൺസിലറെ കൊന്നുകളി ഞാൻ. എന്റെ റപ്പായി ചേട്ടാ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ശരിയാക്കാം. ശരിയാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം. പൊന്നോ ശല്യം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എടാ വേണു, മോളെ രേണു, പോയതൊരു കള്ളുകൂടിയനാണെങ്കിലും പറഞ്ഞതിൽ കുറെ സത്യമുണ്ടെന്ന് എനിക്കും ഈ നഗരസഭയിലെ ആൾക്കാർക്കും അറിയാം. ഈ വക വേഷം കെട്ടിനാണ് ഇവിടെ വന്നെങ്കിൽ നഗരസഭയിലെ പ്രശ്നങ്ങൾ അറിയാല്ല. മനുഷ്യൻ ഇരിക്കപ്പൊറുതിയില്ലാണ്ടിരിക്കുകയാണ്. ഇനി മേലാൽ ഇതുപോലെ എങ്ങാനും കേൾപ്പിച്ച വേണോ നീ വേറെ പണി നോക്കേണ്ടി വരും കേട്ടോ. എടോ കൗൺസിലറെ, താൻ ഈ വലിയ വർത്താനം പറയണ്ടല്ല. എന്ത്? എത്ര നാളത്തെ ശമ്പള കുടിശ്ശികയോടെ ഞങ്ങൾക്ക് കിടക്കണത്? അത് കഴിഞ്ഞ ഭരണസമിതി അല്ലേ? അത് 6 മാസത്തെ ശമ്പള കുടിശ്ശികയാണ് കിടക്കണത്, മനസ്സിലായ? ഈടോ അത് കഴിഞ്ഞ ഭരണസമിതിയിലാണെന്ന്. കഴിഞ്ഞ ഭരണസമിതി ആണെങ്കിലും ഇപ്പോഴത്തെ ഭരണസമിതി ആണെങ്കിലും സൊസൈറ്റിക്കാരോട് അതൊന്നും വന്നിട്ട് കാര്യമില്ല. ജാമ്യക്കാരെ വീട്ടിൽ വന്ന് നിരങ്ങണേണ്.
ഇത് ഞങ്ങൾ ആരോട് എന്ന് പറയും, ആരോട് എന്ന് ചോദിക്കും. സൊസൈറ്റി അല്ലേ, സൊസൈറ്റിയിൽ ഞാൻ നോക്കട്ടെ, നമ്മുടെ ഭരണസമിതിയാണ്, ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കാം. ശരി എന്നാ വേണോ? തന്നെ കൊണ്ടൊന്നും നടക്കൂലോ. എടോ നമുക്ക് പിന്നെ സംസാരിക്കാം, ഞാൻ പോട്ടെ, അവിടെ കൗൺസിലിൽ ഒന്ന് തുടങ്ങാറായി. എന്ത് യോഗം? അവിടെ കുറെ തിരക്കുണ്ട്. എടോ അവിടെ കുറെ കാര്യങ്ങളുണ്ടെന്ന്, ഞാൻ പോയിട്ട് പിന്നെ സംസാരിക്കാം കേട്ടാ. ആരേണു? നമ്മുടെ പൈലിച്ചേട്ടൻ. എന്താണത്? അല്ല പൈലിച്ചേട്ടൻ എന്ത് പറ്റി? എന്റെ ദൈവമേ, പൈലിച്ചേട്ടൻ ഇപ്പൊ കൊന്നാനല്ലേ നിങ്ങൾ എല്ലാരും കൂടി? ഇടി നിന്റെ വീടിന്റെ അവിടെയല്ലേ പൈലിച്ചേട്ടൻ താമസിക്കണത്? അങ്ങോട്ടുള്ള വഴി ചോദിക്കാൻ വന്നതിനാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടിയ അംഗം. ഷോ, ഞാൻ വിചാരിച്ചേ ഇന്നത്തെ പണി പോയെന്ന്. ഇക്കണക്കിന് നിൽക്കുകയാണെങ്കിൽ പണി പോവും. പണിയെടുക്കാൻ നോക്കൂ. ഞാൻ പോട്ടെ. കൗൺസിലറേ, ആ കുടിശ്ശികയുടെ കാര്യം തീരുമാനമൊക്കെ ആയിട്ട് പോന്നേ. അതൊക്കെ ശരിയാക്കാൻ ഞാൻ പറഞ്ഞില്ല, പിന്നെ പുറകെ കിടക്കണത്. ഞാൻ ആരോട് പോയി ചോദിക്കാൻ? എന്റെ ദൈവമേ, ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞല്ലത്. ശരിയാക്കണം, ശരിയാക്കണോട്ടാ. I approach females in a hot boy style, like I'm the one. Oh, where's this place? Oh, I'm kind of crazy. Oh, GPS, no GPS. Where's this going on? What is this? Oh, hey man, good morning, Jono. ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് എന്നും കേട്ടാ മനസ്സിലാവൂല. നീ ഒരു കാര്യം ചെയ്, നീ അറ്റൻഡ് ചെയ്. നീ ആവുമ്പോ കർണാടകയിലൊക്കെ പോയി പഠിച്ചതാണല്ല. അതിന് കർണാടകയിൽ ഇംഗ്ലീഷ് അല്ലല്ല. Hey man, please come. Please, come on, help me, please. Come on, go out to the good place. It's really, come on, man. When you jetty. അടിപൊളി. എടി, ഇയാളിതെങ്ങനെ അറിഞ്ഞു? അതെ സായിപ്പേ, ഐ നോ ജെട്ടി. അതെ, ജെട്ടി അലർജി. ഞാൻ ജെട്ടി, നോ ജെട്ടി. ഐ ക്യാൻ എന്താടി പറയുന്നത്? Man, what is it? നീ തന്നെ പറ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടി. Hey man, please come. Can you help? You just looked at the GPS. Oh yeah. So can you show where is the boat jetty? ബോട്ട് ജെട്ടി വല്ലതും പറഞ്ഞത് മനസ്സിലായ? ബോട്ട് ജെട്ടിയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നേരത്തെ തെളിച്ച് പറയണ്ടേ? സായിപ്പേ, ബോട്ട് ജെട്ടി, ഗോ സ്ട്രൈറ്റ്. Whoa. Thank you, ma'am. Thank you. അതൊന്നും വേണ്ട. അതെ സായിപ്പേ, ഞാൻ പറഞ്ഞു തരാം. ഗോ സ്ട്രൈറ്റ്, എന്നിട്ട് നേരെ അറ്റത്ത് എന്നിട്ട് പടിഞ്ഞാട്ട് പോയാൽ മതി. Okay. Hey man, what is this? സായിപ്പേ, ഇത് കൊതുകിനെ അടിക്കണ സാധനം, മനസ്സിലായ? ഈ കൊതുകില്ലേ, No, what is saying, man? മസ്കിറ്റോ അടിക്കണ സാധനം. മസ്കിറ്റോ സ്പ്രേയർ, മനസ്സിലായ? Oh, mosquito perfume. മനസ്സിലാവുണ്ട്. ഹാൻഡ്സ് അപ്പ്. Oh, hands up. Oh, what is this? Perfume. Wow, Mosquito perfume. amazing. Mosquito perfume. Yeah. Can you give me some? കുറച്ച് വേണോ? Yeah, can you give me? You want money? അങ്ങനെ കയ്യിലൊന്നും കൊടുക്കൂല ഇത്. I need, man. Can you give me? അയാള് ചോദിക്കണ്ട്, കൊടുക്കണ. വേണുവേട്ടൻ എന്തിന്റെ ഭ്രാന്താണ്? അയാൾ വന്ന് തട്ടിപ്പോകൂട്ടാ. You give, man. പിന്നെയും ചോദിക്കണ്. കൈനീട്ട് തരാം. Wow. ദൈവമേ, അതുകൊണ്ട് മുഖത്ത് തേച്ചേക്കണം. എന്ത് Crazy, man. What is mad? I'll call the police. I'll shoot a case. താൻ ചോദിച്ചിട്ടല്ലേ തന്നത്? ഞാൻ തരൂലെന്ന് പറഞ്ഞല്ലേ? താൻ പിന്നെയും ചോദിച്ചു, അപ്പൊ ഞാൻ തന്ന്. See you in the court. സായിപ്പ്, ഇയാൾക്ക് മനസ്സിലാവില്ല, താൻ ചോദിച്ചിട്ടല്ലേ തന്നത്. എടി, ഞാൻ ചോദിച്ചിട്ടാ കൊടുത്തത്, മനസ്സിലാവണ്ട എനിക്ക്. താൻ എന്ത് പണിയാടോ കാണിച്ചത്? അയാൾ അങ്ങാനും കൊണ്ട് കേസ് കൊടുത്താ താൻ അകത്താവൂലേ? താനകത്താവൂലെന്നാ? നീയും ഉണ്ടായില്ലേ കൂടെ? നീയും പെടും, ഞാൻ പെട്ടാ നീയും പെടും. ആഹാ, തന്നെ അങ്ങോട്ട് പെട്ടാ മതി. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഞാൻ പോണ്. എടി പോകല്ലേടി. എടി അവിടെ നിക്കടി. ദേ അവള് പോണ്. രേണുവേ, ഹലോ, അതെ മേയറാ.
ഞാൻ എന്ത് ധിക്കാരം കാണിച്ചെന്നാ പറയുന്നേ? പ്രതിപക്ഷം അങ്ങനെ പലതും പറയും. പിന്നെ കൊതുകിന്റെ കാര്യം, അതാണല്ലോ മുഖ്യ വിഷയം. അത് ചർച്ചയിലുണ്ട്. പിന്നെ പട്ടിയുടെ കാര്യവും പരിഗണനയിലുണ്ട്. പിന്നെ എന്നെ താഴെ തിറക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ആ മോഹം അങ്ങോട്ടെ മനസ്സിൽ വെച്ചാ മതി. എന്നോടാ കളി. അല്ല പിന്നെ ആ കൗൺസിലറെ, എന്തായി പോയ കാര്യം? പോയ കാര്യം എല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ വന്നേക്കണത്. താൻ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഒരൊറ്റ സ്വതന്ത്രന്റെ ബലത്തിലാണ് നമ്മൾ ഭരിക്കുന്നത്. അതൊക്കെ പറയണ്. ഇതൊക്കെ എപ്പോഴും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ എന്താണ്? എനിക്ക് അറിയാവുന്ന കാര്യമല്ല ഇത്. ഇന്നത്തെ ചർച്ചയിൽ അയാൾ എങ്ങാനും വന്നില്ലെങ്കിൽ എന്റെ പൊന്നു മേരെ വരാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാണ് ഞാൻ ഈ വന്നേക്കണത്. ഇവിടുന്ന് ഒരു സംഘം തന്നെ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ. പൈലിച്ചേട്ടൻ ആരാണെന്ന് മേർക്കറിയാമോ? ഞാൻ ജനിച്ചപ്പോ മുതൽ മത്സരിക്കും. പൈലിച്ചേട്ടൻ വരുമല്ലോ? ഉറപ്പാണെന്ന്. പൈലിച്ചേട്ടൻ വന്നിരിക്കും. കേട്ടില്ലേ? അതെന്താ കൗൺസിലറെ ഒരു ശബ്ദം? ഞാൻ പറഞ്ഞില്ലേ പൈലിച്ചേട്ടനെ കൊണ്ടുവരാൻ ഒരു സംഘം ഇവിടെ നിന്ന് പോയിണ്ടെന്ന്. അവരെത്തിക്കഴിഞ്ഞ് ഇതേ നോക്കിയേ. ഓ, ഇനി അതുകൂടി മതി പ്രതിപക്ഷത്തിനൊരു ബഹളം ഉണ്ടാക്കാൻ. അതൊക്കെ പറയണ്. ഒരു ആംബുലൻസ് വിട്ടെന്ന് പറഞ്ഞാണ് ഇത്ര വലിയ കുഴപ്പം. ആ പൈലിച്ചേട്ടൻ ഇങ്ങോട്ട് വന്നേങ്ങട്, വേഗം വാങ്ങട്. കയ്യിൽ നിന്ന് വിട്ടട ചേർക്ക. ആ കൊള്ളാം. മേയറെ, പൈലി ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാ. അതാണ്. നെറുകേട് പൈലി കാണിക്കൂല. അത് പിന്നെ എനിക്കറിയാമല്ലോ പൈലിച്ചേട്ടാ. ഇതാ മേയറെ, ഇതങ്ങോട്ട് പിടിച്ചോ. ഇതെന്താണ്? ഇതെന്താ പൈലിച്ചേട്ടാ, രാജിക്കത്തോ? രാജിക്കത്തൊന്നുമല്ല മേയറെ, കഴിഞ്ഞ ആഴ്ചയിലെ ഹോസ്പിറ്റൽ ബില്ല. അതൊക്കെ എന്റെ തന്നാ പോരെ, ഇത് ഇവിടെ കൊടുക്കണത്. ആ, എന്നിട്ട് വേണം നിനക്ക് ഇതിന്ന് കമ്മീഷൻ അടിക്കാൻ. അതൊക്കെ പറയണം. ദൈവമേ, 30,000 രൂപയോ? ഇത് ആരടയ്ക്കും? ഞാനൊന്നും അടയ്ക്കില്ല. മേയറെ, ഞാൻ നിക്കണോ പോണോ? എന്റെ പൈലിച്ചേട്ടൻ നിക്ക്. മേരെ അതിങ്ങടെ തന്നെ വല്ലതൊക്കെ കാണിച്ച് അതും ഒപ്പിക്കല്ലേ ഈ സമയത്ത്. മേയറെ, ഞാൻ പൊക്കണോ താത്തണോ? എന്റെ പൈലിച്ചേട്ട ചതിക്കല്ലേ ഈ സമയത്ത്. പൈലിച്ചേട്ടൻ പൊക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ ഭരണം താഴ്ത്താണ്. പൈലിച്ചേട്ടൻ ഒരു കാര്യം ചെയ്, അകത്തേക്ക് ചെല്ല്. എടോ കൗൺസിലറെ, ഒരു ചായയൊക്കെ എടുത്തു കൊടുത്ത് അവിടെ എങ്ങാനും കൊണ്ടുപോയി ഇരുത്ത്. ഇപ്പൊ സെറ്റാക്കും. മേയറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ആ കസേരയിലൊന്ന് ഇരിക്കണം. അതിനെന്താ പൈലിച്ചേട്ട? വാ, ഇപ്പൊ തന്നെ ഇരിക്കാം. വാ. വെറുതെ ഇരിക്കാനല്ല, പിന്നെ എനിക്ക് മേയറായിട്ട് തന്നെ ഇരിക്കണം. അമ്പോ, ആയുസ് തീർന്നിട്ടും ആർത്തി തീർന്നിട്ടില്ല. ഓ, എന്തെങ്കിലും പറഞ്ഞ? ബില്ലിന്റെ കാര്യം പറഞ്ഞാണ്. ഇതിനെയൊക്കെ ആരാണോ ജയിപ്പിച്ച്? വാ പൈലിച്ചേട്ട അകത്തേക്ക് വാ. വാ വാ വാ, ഇങ്ങോട്ട് നടക്ക്. മേയറെ, എന്നാ ഞാൻ അങ്ങോട്ട്. അങ്ങാട് പോണ്? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. മേരെ ഭാഗത്തേക്കോ, യോഗം തുടങ്ങാറായി. ദൈവമേ, ഇനിയെല്ലാം നിന്റെ കയ്യിലാ. ഈ കൊതുകിന്റെ കാര്യത്തിൽ സമ്മതം ഉണ്ടാക്കിയിട്ട് മാത്രം മതി അടുത്ത ചർച്ച. പറയട്ടെ. സംസാരിക്കാൻ അവസരം കൊടുക്കൂ. ഹലോ ഹലോ ഹലോ, ഇന്നത്തെ യോഗ നടപടികൾ അവസാനിച്ചായിട്ട് അറിയിക്കുന്നു. എന്റെ കൗൺസിലറെ, എന്റെ പിള്ളേരുടെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്റെ മേരെ, ഈ പ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. എന്റെ ദൈവമേ, എന്താവോ ആവോ. ദേ കൗൺസിലറെ, 1 മാസത്തിനകം ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുമ്പിൽ വരാണ്ടിരിക്കില്ല മേരെ.
നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാനാ? എന്റെ പൊന്ന് ഞാൻ പോരട്ടെ മേരെ. പോകരുത്, എന്റെ പെൻഷന്റെ കാര്യം പറഞ്ഞിട്ട് പോ. എന്റെ റപ്പായി ചേട്ടാ അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എപ്പോ ശരിയാക്കിയത്? മേയർ ചോദിച്ചു ഞാൻ പേപ്പർ തന്നല്ലേ മേരെ. എന്റെ പൊന്ന് മേറി പറഞ്ഞ കേക്ക്. മേറിയാ? സോറി മേറെ. എന്റെ റപ്പായി ചേട്ടാ പറഞ്ഞോ. ആ പേപ്പറൊക്കെ നീക്കിയിട്ടുണ്ട്. എനിക്കറിയാം, ഇയാളും നീക്കിട്ടുണ്ടാവൂല, മേറും നീക്കിട്ടുണ്ടാവൂല. അത് കിട്ടുമെന്നേ. കേട്ടല്ല. പിന്നെ മേറൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ നാട്ടുകാരെ അവിടെ കിടത്തി പൊറപ്പിക്കണില്ല. എന്ത് പറ്റി റപ്പായി ചേട്ടാ? എന്ത് പറ്റിയെന്നാ? എന്നെയും വിളിച്ചിട്ടാണ് മേയർ വോട്ട് കിട്ടാൻ വേണ്ടി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടന്നത്. അതെ. ഉറപ്പാണില്ല? അതെ. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് കൊടുത്തത്? അത് വല്ലതും നടപ്പിലാക്കിയാ? അതൊക്കെ നടപ്പാകുമെന്നേ. എവിടെന്ന് ഇപ്പൊ എന്നോട് ആൾക്കാർ ഓടിച്ചിട്ടിരിക്കുകയാണ്. എവിടെ നീ പറഞ്ഞ് കാണുന്നകത്തും സ്ലാബിടും എന്നൊക്കെ പോയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. എന്താ സംഭവിച്ചത്? ഒക്കെ ശരിയാകും റപ്പായി ചേട്ടാ. ശരിയായാ മതി. എന്റെ റപ്പായി ചേട്ടാ ആദ്യം ഈ കൊതുകിന്റെ പ്രശ്നം ഇവിടെ തീർക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് എല്ലാം ശരിയാക്കാന്ന്. എന്റെ റപ്പായി ചേട്ടാ, റപ്പായി ചേട്ടനൊന്ന് പോയേ, മനുഷ്യനിവിടെ മുള്ളും മേല നിക്കണേ. കൗൺസിലറെ, അപ്പൊ ഞാൻ ആരായി? മേറൊരു കാര്യം പറഞ്ഞു പോയിട്ടാ. എന്തോരം മുദ്രാവാക്യം പിടിച്ച കൈയാണിത്, എന്തോരം വാൾ പോസ്റ്റ് അടിച്ച കൈയാണിത്. എനിക്കൊരു സീറ്റ് തരാമെന്നും പറഞ്ഞിട്ടില്ലേ മേയർ ഈ പണിക്ക് ആദ്യം എന്നെ കൊണ്ട് ഇറക്കിപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ എനിക്ക് സീറ്റ് കിട്ടിയാ? എനിക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലും സീറ്റ് ഇല്ല, ബസ്സിൽ കഴിഞ്ഞ ദിവസം കയറിയപ്പോ ബസ്സിലും സീറ്റ് കിട്ടിയില്ല. ദൈവം സഹായിച്ച് ബാറിലൊരു സീറ്റ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതുണ്ടല്ല. മേറൊരു കാര്യം മനസ്സിലായിക്കോ, മര്യാദക്കാണെങ്കിൽ മേറി മേരെ ഞാനും പക്ക ഡീസന്റ് ആണ്. ദേ റപ്പായി ചേട്ടാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മദ്യക്കുപ്പിയായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന്. ഇത് മദ്യക്കുപ്പിയൊന്നും അല്ല ഇത്. പിന്നെ ഇവിടെ മൊത്തം പട്ടിശല്യമാണോ? ഈ പട്ടീനെ മുട്ടിയിട്ട് ആൾക്കാർക്ക് നടക്കാൻ പറ്റില്ല. എന്റെ കൊച്ചുങ്ങൾക്ക് മര്യാദക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റില്ല. സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മദ്യക്കുപ്പി അല്ല ഇത്, ഈ ഉജാല നിറച്ച വെള്ളമാണ്, ഉജാല വെള്ളം. അതും കൂടെ ഇങ്ങനെ കാണിക്കും. പട്ടി അപ്പൊ അങ്ങോട്ട് ചാടും, ഇവിടെ കാണിക്കുമ്പോ ഇങ്ങോട്ട് ചാടും. എങ്ങനെയുണ്ട് റപ്പായിയുടെ ഐഡിയ? കാലിക്കുപ്പിക്ക് റപ്പായിക്ക് പഞ്ഞമില്ലല്ലോ. അത് സ്വാഭാവികം. എന്റെ കൗൺസിലറെ, ഇങ്ങനെ ഒന്ന് വിളിച്ചോണ്ട് പോയേ. റപ്പായി വന്നേ. എന്താണ്? എന്താ ഞങ്ങളുടെ ഒരു അത്യാവശ്യം നിങ്ങളുടെ സത്യമായിട്ടുള്ള കാര്യം പറയും. എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് ഇവിടെ കൊതുകിന്റെ വിഷയത്തില് ഭരണം വരെ പോകുന്നുള്ള അവസ്ഥയിൽ നിൽക്കണേ. കൊതുകാണ് പ്രശ്നം അല്ല പിന്നെ? ഇത് ആദ്യം പറയണ്ടേ കൗൺസിലറെ? ഞങ്ങൾ ഇവിടെ ആകെ പ്രശ്നത്തിൽ നിൽക്കാൻ റപ്പായി ചേട്ടൻ, എന്റെ പൊന്ന് റപ്പായി ചേട്ടൻ ശല്യപ്പെടുത്താണ്ടൊന്ന് പോവാൻ നോക്ക്. നമുക്കാണെങ്കിൽ അധികം വിദ്യാഭ്യാസം ഒന്നുമില്ല, 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, വെറും 4th ഇയർ. പിന്നെ ഒരൊറ്റ കൈ പ്രയോഗമുണ്ട്. അതെന്താണ്? അത് ഇത്തിരി റിസ്ക് ആണ്. നിങ്ങൾക്കൊന്ന് സഹകരിച്ച് നിന്നാൽ ആ സംഭവം ചെയ്യാം. കാര്യം പറയുന്നേ. അതായത് നമ്മളുടെ ഒരു രാജ്യത്ത് മഴ പെയ്യാഞ്ഞിട്ട് ഒരു കൃഷി ശങ്കരൻ എന്ന ഒരാളെ കൊണ്ട് വന്നിട്ട് മഴ പെയ്യിപ്പിച്ച സംഭവം ഉണ്ടല്ല. കൃഷി ശങ്കരനല്ല, ഋഷ്യശൃംഗൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, മഴ പെയ്യിപ്പിച്ച സംഭവമില്ലേ? അതേപോലത്തെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് എനിക്ക് അങ്ങ് കർണാടകയിലുണ്ട്. കർണാടകയിലാ? അയാളുടെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകസ്വാമി എന്ന് പറയുന്ന ബാബുസ്വാമി. ബാബുസ്വാമി? നമ്മുടെ യൂട്യൂബിലേക്കുള്ള ബാബുസ്വാമി. അങ്ങനെ അറിയാമോ? ഭയങ്കര ബന്ധമില്ല, ഞങ്ങൾ പുകബന്ധം. ബന്ധമുണ്ടല്ല. ആ പുള്ളിനോട് വരുത്തിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നഗരസഭയിൽ മാത്രമല്ല, ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന കംപ്ലീറ്റ് പഞ്ചായത്തിന്റെ കൊതുകിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അത്രക്ക് സദ്യയുള്ള സാമ്യാണത്. സദ്യ അല്ല, സിദ്ധി. അത് സ്വാഭാവികം. റപ്പായി ചേട്ടാ, ഈ സ്വാമി നിങ്ങളുടെ കൊണ്ടുവരാൻ എന്താ ഒരു വഴി? അതിനൊരു പെണ്ണിനെ വേണം. റപ്പായി ചേട്ടാ, പെമ്പിള്ളേരുടെ കാര്യം ഇവിടെ പറയാൻ നിൽക്കണ്ട, അതൊന്നും നടക്കില്ല. ഇങ്ങനത്തെ ഉടക്കൊക്കെ വരുമ്പോഴാണ് സംഭവം ഇങ്ങനെ വരാണ്ടിരിക്കാൻ. കാര്യം പറ. അതായത് ഒരു പെണ്ണിനെ, സുന്ദരിയായ ഒരു പെണ്ണിനെ അങ്ങോട്ട് വിട്ടിട്ട് ആ പെണ്ണ് അവിടെ നിന്ന് വശീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ എന്നാലേ പുള്ളി ഇവിടെ എത്തുള്ളൂ. അതാണ് പറഞ്ഞത്. നടക്കുവോ? നടക്കില്ല. ഒരു നല്ലൊരു കാര്യം പറയുമ്പോ ഇവിടെ മൊത്തം മുടക്കാണ് വന്നത്. മുടക്ക്. എന്റെ പൊന്നു മേരെ, ഞാൻ ഇതൊന്നും സംസാരിക്കട്ടെ. റപ്പായി ചേട്ടൻ പറ. എന്നിട്ട് ആളെ വിട്ടിട്ട് നേരെ കർണാടകയിലേക്ക് വിടുക. അവിടുന്ന് ആ സ്വാമിനെ അവിടുന്ന് വശീകരിക്കുക. അത് ഇവിടുന്ന് നമ്മൾ വിടുന്ന പെണ്ണിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ആ സ്വാമി എങ്ങാനും ഇവിടെ എത്തി കിട്ടിയ രക്ഷപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നഗരസഭ മാത്രമല്ല പഞ്ചായത്തിൽ പോലും ഒരു തരി കൊതുകുണ്ടാവൂല. അടിപൊളിയാണ് മേരെ. റപ്പായി ചേട്ടാ, നടക്കുന്ന കാര്യമല്ലതും പറ. ഇപ്പൊ നടക്കുന്ന കാര്യമില്ലേ പറഞ്ഞത്? ഇത് നടക്കില്ല. അതാ ഞാൻ നടക്കട്ടെ. മേരെ ഇതും കൂടി ഒന്ന് പരീക്ഷിക്കാം. ഒറ്റ കൈക്ക് നമുക്ക് നോക്കാം റപ്പായി ചേട്ടത്. ഓക്കെ അല്ലേ? അപ്പൊ പെൻഷന്റെ കാര്യം സെറ്റാക്കിയേക്കാം. സെറ്റാക്കണം. വൈകുന്നേരം അവിടെ കളാം. മേരി, അയ്യോ സോറി. കള്ളം വന്നല്ല, പോട്ടറ കള്ള. ഒന്ന് പോറപ്പായി ചേട്ടാ. അമ്മോ മേരെ, ഇതാരാ വന്നേക്കണേ നോക്കിയേ. തന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. താൻ എന്ത് പണിയൊക്കെയാണോ ഈ കാണിച്ചു വെക്കുന്നത്? ഒന്നാമത്തെ മനുഷ്യന് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് സമയമില്ല.
രാവിലെ പത്രം വായിച്ചായിരുന്നാ വേണു? വിദേശിയെ ആക്രമിച്ചതിന് കേസ്. അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളു. സാറേ എങ്ങനെ സാറേ അപ്പൊ ഇന്നലെ വരെ എങ്ങനെ വിളിച്ചിരുന്നെന്നെ? ഇന്നലെ അല്ലല്ലോ സാറേ ഇന്ന്. ഇന്നലല്ലോ സാറേ നാളെ. മനസ്സിലായി. അപ്പൊ സാറേ എന്നെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഊരി തരുമോ സാറേ? സാർ അകത്ത് പോകുന്നുള്ള ഒരു ഉറപ്പായിട്ടുണ്ട്. സാറേ എൻ്റെ പണി പോകാൻ ചാൻസ് ഉണ്ട് സാറേ. അയാൾ ചോദിച്ചിട്ടാണ് സാറേ ഞാൻ കൊടുത്തത്. എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്താണ് സാറേ, അല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. എന്റെ പൊന്നു കൗൺസിലറെ, ഇങ്ങനെയുള്ളതിനൊക്കെ ജോലിക്കെടുത്താൽ ഇതല്ല ഇതിനപ്പുറം വരും. അതെങ്ങനെയാണ് ഓരോരുത്തർ ശുപാർശക്കത്തുമായിട്ട് ഇതേപോലത്തെ സാധനങ്ങളായിട്ട് വരുമ്പോ അപ്പൊ തന്നെ കയറ്റി ഇരുത്തനല്ലേ ആ കസേരയിൽ? ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എന്റെ മേയറെ ഒരു പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കാൻ പാടില്ലേ? ഇതെങ്ങാനും ആ പ്രതിപക്ഷത്തിന്റെ ചെവിയിലെങ്ങാനും എത്തിയാൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മേടാണ്. പിന്നൊരു കാര്യമുണ്ട്, നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു വകുപ്പുണ്ട്. തേടിയ വള്ളി കാലെ ചുറ്റി. നീ ആരെ ഏണൂന്ന് വിളിച്ചേ? സാറേ അവളെ പെടുത്തരുത്. എന്ത് അവളെ പെടുത്തരുത്? കേസിൽപ്പെടുത്താനല്ല. ഞാൻ പറഞ്ഞു കേക്കട, കേസിൽപ്പെടുത്താനല്ല, പിന്നെ നിന്നെ രക്ഷപ്പെടുത്താനാ രേണുന്ന് വിളിക്കേ. വിളിക്കട്ടെ? വിളിക്ക്. എന്റെ വേണു ഒന്ന് വിളിക്ക്. വിളിക്കാട്ടാ. ഹലോ രേണു. ഹലോ വേണുവേട്ടാ. മോളെ നീ എവിടെയാ? ഞാൻ നാട്ടിലല്ലേ. അയ്യോ മോളെ നീ കാപ്പി കുടിച്ചോ? കഴിച്ചു. എന്താണെന്ന് കഴിച്ചത്? പുട്ടോ? പുട്ടും മഴോ, നല്ല കോമ്പിനേഷൻ. ദേ ഇന്ന് വേണുവേട്ടൻ എന്താണ് കഴിച്ചതെന്ന് അറിയാമോ? എന്താ കഴിച്ചേ? ഉപ്പുമാവ്. ദേ അത് കാരണേ ഇന്ന് ഭയങ്കര നെഞ്ചരിച്ചിലാണ്. അയ്യോ ഒന്നും പറയണ്ട, വെള്ളം ഒരുപാട് വെള്ളം കുടിച്ച്. ഇവിടെ ഞങ്ങളെല്ലാരും വെള്ളം കുടിച്ചിരിക്കുമ്പോൾ ഉപ്പാവുണ്ടാക്കാൻ വന്നേക്കണവൻ. ഇനി നീ വിളിക്കണ്ട, ആ നമ്പറിങ് തന്നെ. നമ്പർ വേണം? വേഗം പറങ്ങട്. 984747 എന്ത്? 9847 1235. ഹലോ രേണു അല്ലേ? ഞാൻ കൗൺസിലറാണേ. രേണു ഇവിടെ കർണാടകയിലേക്കല്ലേ പഠിച്ചത്? ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഞാൻ മേയർക്ക് കൊടുക്കേ. മേയറെ രേണുവാ. ഹലോ. ആ രേണു മേയറാണേ. രേണു എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? പറയൂ. രേണു കർണാടകയിലാണല്ലോ പഠിച്ചതൊക്കെ അല്ലേ? അതെ. രേണുവിന് നമ്മുടെ ബാബുസ്വാമിനെ അറിയാമോ? പുകസ്വാമി എന്നൊക്കെ വിളിക്കണേ. ബാബുസ്വാമി? നമ്മുടെ റപ്പായി ചേട്ടൻ പറഞ്ഞല്ലോ രേണുവിന് അറിയാമെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അറിയാം. അത് നമ്മുടെ സ്വന്തം ആളാ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കൗൺസിലർക്ക് ഫോൺ കൊടുക്കാം, കൗൺസിലർ സംസാരിക്കും. അതെ രേണു, നാളെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് അയക്കാം. അപ്പൊ ഒരു യൂബർ വരും രാവിലെ വീടിന്റെ വാതിക്കൽ. അപ്പൊ അതിൽ കയറിയിട്ട് മോള് കർണാടക പോയിട്ട് ആ പുകസ്വാമിനെ കണ്ടിട്ട് വരാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വൈകുന്നേരം വിളിക്കുമ്പോൾ പറയാം. ഓക്കെ ശരി. അപ്പൊ ഞാൻ പോകണ്ടേ? എന്തുവേട്ടാ? കർണാടകയില്. എന്തിന്? ഒരു രസത്തിന് പോയവരൊക്കെ ഇപ്പൊ ജയിലിലാ കിടക്കണത്. പോയി പണിയെടുക്കണോ? ഇത് കൗൺസിലറെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കിക്കോ കേട്ടോ. പണിയെടുക്കാനാ? അല്ല പിന്നെ എന്റെ രേണുവില്ലാത്ത ഈ നഗരത്തിൽ പിന്നെ ഞാൻ എന്തിന്? ഗുഡ് ബൈ. ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം. ബാബുസ്വാമി! 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 ബാബുസ്വാമി 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 എന്റെ ബാബുസ്വാമി 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 എന്റെ ബാബുസ്വാമി 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 അത്രേ ഉള്ളൂ ബാബുസ്വാമി എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ബാബുസ്വാമി എന്റെ കൂടെ നൃത്തം ചെയ്തിട്ടുണ്ട് ബാബുസ്വാമി നല്ല മനോഹരമായ ദിനങ്ങൾ എത്ര മനോഹരമായ ദിനങ്ങൾ ഞാനും എന്റെ ബാബുസ്വാമിയും ബാബുസ്വാമി
മേയറെ, എന്തു പറ്റി കൗൺസിലറെ? രേണു വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, എന്തു പറഞ്ഞു? ആ ബാബു സ്വാമി ഇങ്ങോട്ട് വരില്ല. അയ്യോ, അതെന്തു പറ്റി? ഈ നശിച്ച കൊതുക് ഈ കൊച്ചിയിലുള്ളിടത്തോളം കാലം ഇങ്ങോട്ട് വരില്ലെന്നാണ് രേണുവിനോട് പറഞ്ഞത്. എന്റെ ദൈവമേ, ആ വാതിലും അടഞ്ഞോ? മേയറെ, എന്തെങ്കിലും ഒരു മാർഗം നമ്മളുടെ മുമ്പിൽ തെളിയും. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. രാജിവെക്കൂ, പുറത്തു പോകൂ. രാജിവെക്കൂ, പുറത്തു പോകൂ. രാജിവെക്കൂ, പുറത്തു പോകൂ. രാജിവെക്കൂ, പുറത്തു പോകൂ. രാജിവെക്കൂ. മേയറെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. 24 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് നിങ്ങളെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കും. ഇത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് സുധാകരനാണെന്ന് ഓർമ്മ വേണം. സുധാകരാ, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. വൃത്തിഹീനമായി കിടക്കുന്ന തോടുകളും റോഡുകളും എന്തുകൊണ്ട് ക്ലീൻ ചെയ്യുന്നില്ല? ഇവിടെ പകർച്ചവ്യാധികൾ കൊണ്ട് ജനം കഷ്ടപ്പെടുകയാണ്. ഇതിനൊക്കെ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ശക്തമായ നിലപാടെടുക്കേണ്ടി വരും. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി പൈലിച്ചേട്ടന്റെ ഒറ്റ ബലത്തിലാണ് ഭരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അത് മറന്നു പോരുന്നു മേയറെ. സുധാകരാ, രാജിവെക്കൂ, പുറത്തു പോകൂ. 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 മേയർ നീതി പാലിക്കുക. നീതി പാലിക്കുക. നീതി പാലിക്കുക. മേയർ നീതി പാലിക്കുക. ആരാ? ഞാൻ കൊച്ചി റാണി, കൊച്ചിയുടെ റാണി. നിങ്ങൾ എന്തിന്റെ പുറപ്പാടാ? നിങ്ങളെ കൊണ്ട് ജനം പൊറുതിമുട്ടിയല്ലോ. നിങ്ങളിപ്പോൾ കൂട്ടത്തോടെ കുടുംബത്തിൽ കയറിയാണല്ലോ അക്രമം കാണിക്കുന്നത്. എങ്ങനെ അക്രമം കാണിക്കാണ്ടിരിക്കും? പണ്ട് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും നേരം വെളുക്കോളം കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴതുണ്ടോ മേറെ? 10 മണിക്ക് എല്ലാ പരിപാടികളും നിർത്തിക്കൊള്ളണമെന്ന്. അപ്പൊ ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഞങ്ങളുടെ ആഹാരം തേടും. അതെങ്ങനെ മേറെ കുടുംബാക്രമണമാകുന്നേ? കുടുംബത്തിലാകുമ്പോ സ്ത്രീകൾ സീരിയലിലും പുരുഷന്മാര് മൊബൈലിലും ആയിരിക്കും. ഞങ്ങളങ്ങ് കൂട്ടത്തോടെ ആക്രമിച്ചാലും ആരറിയാൻ? വേലം മനസ്സിൽ വെച്ചാ മതി. നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ ഇവിടുന്ന് തുടച്ചു മാറ്റും. ഇത് മേയറാ പറയുന്നേ. അത് നടക്കില്ല മേറെ. ഇന്ന് മനുഷ്യ കുടുംബം അണുകുടുംബമാണ്. ഞങ്ങളുടെ ലാർവയിൽ നിന്നും 10,000 വിരിയിക്കുവാനുള്ള കഴിവ് ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളെ ഓടിക്കാൻ ആമത്തിരി, കൊതുക് തിരി, ബാറ്റ് ഇതൊക്കെ ഇറക്കിയില്ലേ? എന്നിട്ടിപ്പ എന്തായി? ഞങ്ങളെ ഓടിക്കാൻ പറ്റിയ? മേറെ, ഞങ്ങളെ കൊണ്ട് പലരും കോടീശ്വരന്മാരായിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് മറ്റൊരു സ്റ്റേറ്റിൽ പോയിക്കൂടെ? ഈ കൊച്ചിയിൽ തന്നെ വേണമെന്ന് എന്താണ് ഇത്ര വാശി? മേയർ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി ഒന്ന് നോക്ക്. അവിടെ ഞങ്ങൾക്ക് പാർക്കാൻ ഒരിടം കാണിച്ചതാ. ഇവിടെ നിങ്ങളൊരുക്കിയ സാഹചര്യങ്ങളാണ് ഞങ്ങളുടെ സ്വർഗം. കൊച്ചിറാണി, മേയർ ഒരു കാര്യം ഓർത്തോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ? തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ?
മാറേണ്ടത് നമ്മളാണ്. മാറ്റം വരേണ്ടത് നമ്മളിലൂടെയാണ്. അതിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. ജയ് ഹിന്ദ്.